കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, എന്റെ മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയായിരിക്കും. നാളെയാണ് നമ്മൾ സ്കൂൾ തുറക്കുന്നത് അല്ലേ. അപ്പൊ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപേ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്നാലും ഒരു ചെറിയ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പൊ അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മാത്സിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ കിട്ടാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചുമ്മാ ഒന്ന് മറിച്ചിട്ട് നോക്കുക. അതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ തന്നെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ സർക്കിൾ എന്ന് പറയുന്ന കാര്യം. സർക്കിൾ എന്താണ്, ഒരു വട്ടം എന്താണ്, വൃത്തം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. എങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്? സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറച്ച് ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള ആരെങ്കിലും ഒരാൾ വേണം. ആരായിരുന്നു അത്? നമ്മുടെ കോമ്പസ് അല്ലെ. കോമ്പസ് വേണം നമുക്ക് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കറിയാം കോമ്പസ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വലുതാക്കാം, ചെറുതാക്കാം അല്ലെ. അപ്പൊ കോമ്പസ് നമ്മൾ ആ ഒരു പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഞാനിപ്പോ ചുമ്മാ ഒരു അളവിൽ അങ്ങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെ കോമ്പസ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളെ സെന്റർ കണ്ടോ, അതാ ഇവിടെ നടുവിലുള്ള ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് മാറാതെയാണ് എന്ത് ചെയ്യുന്നത്, ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നത്. കണ്ടോടാ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ആരെയാണ്? യെസ്, ഒരു കോമ്പസ് ആണ് അല്ലെ, കോമ്പസ്. അപ്പൊ നമ്മൾ കോമ്പസ് കുത്തിവെച്ച ആ ഒരു പോയിന്റ് അല്ലേ, കോമ്പസ് കുത്തിവെച്ച ആ ഒരു പോയിന്റ് കണ്ടോ, ആ പോയിന്റിന് കൃത്യമായിട്ട് എന്തുണ്ട്? യെസ്, ഒരു പേരുണ്ട്. ആ പേര് മാത്രമല്ല, ആ പോയിന്റിന് കൃത്യമായിട്ട് ഒരു പോയിന്റ്, എന്താ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ പോയിന്റിൽ നിന്ന് സർക്കിളിന്റെ ഏതറ്റത്തേക്ക് നിങ്ങൾ ഒരു ലൈൻ വരച്ചാലും ആ ലൈനിന്റെ നീളം എന്തായിരിക്കും? യെസ്, ഒരേ നീളമായിരിക്കും. എന്ന് പറഞ്ഞാല് ഇത് നേരെ എവിടെയാ ഉള്ളത്? നടുവിലാണുള്ളത്. അപ്പൊ സർക്കിളിന്റെ നേരെ നടുവിലാണ് ഈ ഒരു പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പോയിന്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു എന്നറിയോ? സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം എന്ന് പറഞ്ഞു. എന്താ പറയാ? സർക്കിളിന്റെ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം. ഇത് എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നേരെ നടുവിലായതുകൊണ്ടാണ് എന്തായത്, സെന്റർ ആയത് അല്ലെങ്കിൽ കേന്ദ്രമായിട്ട് മാറിയത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ, സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് സർക്കിളിലേക്ക് നമ്മൾ നീട്ടി വരയ്ക്കുന്ന ഏതൊരു ലൈനും എന്താണ്, ഒരേ ഡിസ്റ്റൻസിലായിരിക്കും അല്ലെ, ഒരേ ദൂരമായിരിക്കും. എവിടേക്ക് വേണേ വരച്ചോട്ടോ എന്റെ കുട്ടികള്. അയ്യോ, ഇത് വളഞ്ഞു പോയി. അപ്പൊ സ്കെയിൽ യൂസ് ചെയ്ത് കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് എന്ത് കിട്ടും? ഒരേ ഡിസ്റ്റൻസിലായിരിക്കും ആ സർക്കിളിലേക്കുള്ള ലൈൻസുകൾ ഉണ്ടായിരിക്കുക. ഇങ്ങനെ പോകുന്ന ഓരോ ലൈൻസിനും നമ്മൾ ഒരു പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഒന്നുകൂടെ ശ്രദ്ധിക്കാം അല്ലെ. അപ്പൊ എന്താണ് നമ്മളുടെ ഇങ്ങനെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് പോകുന്ന ആ ലൈനിനെ പറയുന്ന പേര്, അതാണ് ആരം അല്ലെങ്കിൽ റേഡിയസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ദൂരമാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. അത് നമ്മള് കുഞ്ഞി ലെറ്റർ R വെച്ചിട്ട് സൂചിപ്പിക്കും കേട്ടോ. സ്മോൾ ആറിലെ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ആരം അല്ലെങ്കിൽ റേഡിയസിനെ സൂചിപ്പിക്കാം. ഇതുപോലെ തന്നെ എന്റെ കുട്ടികൾ നോക്കണേ, ഞാൻ ഈ പോയിന്റിലുള്ള വര നീട്ടി ഇങ്ങോട്ട് തന്നെ വരച്ചു എന്ന് വിചാരിച്ചോ. തെറ്റാതെ ഈ അറ്റം വരെ ഞാൻ നീട്ടി വരച്ചു കേട്ടോ, വളയാതെ വരയ്ക്കണേ നിങ്ങള്. അതേപോലെ നീട്ടി അങ്ങോട്ട് വരച്ചു എന്ന് വിചാരിച്ചോ. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ അറ്റത്തിൽ നിന്ന് ആ അറ്റത്തേക്ക് സെന്ററിലൂടെ ആ ലൈൻ പോയില്ലേ. അപ്പൊ ആ സർക്കിളിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ലൈനാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇത് മാറ്റിയിട്ട് ഞാൻ ഇതിലിങ്ങനെ വരച്ചാലോ? ഇതാണ് ഏറ്റവും വലിയ വര എന്ന് പറയുന്നത്? അല്ല. കാരണം എന്താ, ഈ ലൈൻ സർക്കിളിന്റെ സെന്ററിലൂടെ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഈ ആരം നീട്ടി വരച്ചപ്പോഴല്ലേ, ആരം ഞാനിതാ ഇതുപോലെ നീട്ടി വരച്ചപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, ഏറ്റവും വലിയൊരു വര സർക്കിളിന്റെ ഉള്ളിൽ കിട്ടിയത്. എനിക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വരച്ചാലും മതി. ഓക്കെ, സർക്കിളിന്റെ സെന്റർ ടച്ച് ചെയ്യണേ എന്റെ കുട്ടികള്. ഓക്കെ, സർക്കിളിന്റെ സെന്റർ ടച്ച് ചെയ്താൽ ഇങ്ങനെ വരച്ചാലും എന്ത് തന്നെയാണ്? യെസ്, അതൊരു വലിയ ലൈനാണ്. അപ്പൊ സെന്ററിന്റെ അകത്തൂടെ കടന്നു പോവണം. ഇങ്ങനെ ഒരു റേഡിയസും അടുത്തൊരു കുഞ്ഞു റേഡിയസും കണ്ടോ, ഈ റേഡിയസും കൂടി ചേർന്നിട്ട് ഒരു വലിയ വര ഉണ്ടായില്ലേ. ഇതിനെ നമ്മള് സർക്കിളിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്നാ പറയാ. എന്താ പറയാ? സർക്കിളിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തേക്ക് സെന്ററിലൂടെ, ശ്രദ്ധിക്കണേ, സെന്ററിലൂടെ തന്നെ പോണം. സെന്ററിലൂടെ പോകുന്ന വരേനാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയാം. ഇവിടെ ഡയമീറ്റർ ആയതുകൊണ്ട് ഇതിനെ സ്മോൾ d വെച്ച് സൂചിപ്പിക്കും കേട്ടോ. സ്മോൾ d, കുഞ്ഞി d. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു റേഡിയസും ഇവിടെ വരെ റേഡിയസ് ആണ്, അടുത്ത ഒരു റേഡിയസും കൂടെ ചേർന്നപ്പോഴാണ്
നിങ്ങൾക്ക് വലിയൊരു ഡയമീറ്റർ കിട്ടിയത് അല്ലേടാ? 2 റേഡിയസ് കൂടി ചേർന്നപ്പോ ഒരു ഡയമീറ്റർ കിട്ടി. അപ്പൊ നോക്കടാ, റേഡിയസും കൂടിയപ്പോഴാണ് ഡയമീറ്റർ കിട്ടിയത്. R + R. എടാ ഒരു മാങ്ങയും കൂടെ കൂട്ടിയാൽ എത്രയാ? 2 മാങ്ങ അല്ലെ? ഒരു ചക്ക, അടുത്ത ചക്ക. ഓക്കെ. അപ്പൊ ഒരു ചക്കയും അടുത്ത ചക്കയും കൂടെ കൂട്ടുമ്പോ എന്ത് കിട്ടും? 2 ചക്ക എന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് എന്ത്, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഒരു ആറും അടുത്ത ആറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? 2R എന്ന് കിട്ടും അല്ലെ? 2R. അപ്പൊ 2R = ഡയമീറ്റർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി കൊടുക്കാം. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇത്തരത്തിലുള്ള സർക്കിളിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. നമുക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം പോവാൻ ശരിക്കും. അപ്പോൾ സ്കൂൾ തുറന്നു, എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ 5ാം ക്ലാസ്സില് പുതിയ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, സൈലം. അപ്പൊ നമ്മുടെ സൈലത്തിന്റെ ബാച്ചിലുള്ള മക്കൾ തന്നെയായിരിക്കും നിങ്ങൾ. ചിലപ്പോ ഒരുപാട് പേര് ചേരാൻ മറന്നു പോയവരുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എല്ലാ ബാച്ചിന്റെയും കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ബാച്ചിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ക്ലാസ് 5-നാണെങ്കിൽ ഒരു വർഷത്തേക്ക് വെറും 2499 രൂപ മാത്രമേ വരുന്നുള്ളൂ. അത് ഒരു വർഷത്തേക്കാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പൊ ഇനി ആരെങ്കിലും അറിയില്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ ഉണ്ട്, 9954400800. ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, നമ്മളെ ബാച്ചിലേക്ക് വേഗം ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ മറന്നു പോണ്ട, നമ്മളെ പൃഥ്വി ബാച്ച്. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഈ ഒരു കാര്യം അറിയിച്ചു കൊടുക്കാം. നമുക്കിനി നമ്മളെ ബാച്ചിൽ വെച്ച് കാണാം. ബൈ ബൈ.